പാർലമെൻറ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ സന്തോഷിക്കുകയാണ് ഞാൻ. എനിക്ക് സന്തോഷവും കൊള്ളാം, നന്നായി എന്നൊരു തോന്നലുണ്ടായതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് വീണ്ടും വീണ്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ഡൈവേഴ്സിറ്റിയെ പറ്റിയും അതിനെ ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട് ഓർമ്മിപ്പിക്കുന്നു എന്നതാണ്. ഇപ്പോൾ സുഷ്മിതാ ദേവ് അവരുടെ ഉള്ളിലെ മോശം രാഷ്ട്രീയം വെച്ചിട്ട് അവരിങ്ങനൊരു കാര്യം വിളിച്ചു പറഞ്ഞതുകൊണ്ടുണ്ടായ ഗുണം നാട്ടിൽ ഇങ്ങനൊരു ചർച്ച ഉണ്ടായി എന്നാണ്. അത് ഇവിടെ മാത്രമല്ലല്ലോ, കേരളത്തിൽ മാത്രമല്ലല്ലോ. ഇപ്പോൾ BJP നേതാക്കളടക്കമുള്ള ആളുകൾ അതിനെ തള്ളിപ്പറഞ്ഞു. BJP നേതാവാണ് MP, അവരത് പറഞ്ഞ കാര്യത്തെ പക്ഷേ BJP നേതാക്കളടക്കമുള്ള ആളുകൾ പിന്തുണച്ചില്ല, തള്ളിക്കളഞ്ഞു. അധ്യക്ഷൻ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് ഈ കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് തന്നെയും ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തിരുത്തേണ്ടതായിട്ട് വന്നു. എന്തുകൊണ്ടാണ് ലുങ്കി ബാല എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ കുട്ടികളല്ല, ഞാനൊക്കെ പോലുള്ള ആളുകൾ, ശ്യാമിലേക്ക് അറിയാലോ, നമ്മുടെ നാട്ടിലെ ആൺകുട്ടികൾ മുതിരുന്നത് ട്രൗസർ മാറിയിട്ട് ലുങ്കിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്, അല്ലേ? തമിഴ്നാട്ടിലും അതെ. ലുങ്കി എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വളരെ 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 ആഢ്യത്തോടെ സന്തോഷത്തോടെ എടുക്കുന്നൊരു ആണുങ്ങളും പെണ്ണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും എടുക്കുന്ന ഒരു വസ്ത്രമാണ്. ലുങ്കിയോട് നമുക്ക് ലുങ്കി ഇട്ടിരിക്കുന്നു നമ്മളോട് ഇവിടെ ആരെങ്കിലും പറഞ്ഞാൽ നമുക്കൊരു അപമാനമില്ല. പക്ഷേ ലുങ്കി വാല എന്ന് വിളിക്കുന്നതിന് പിന്നിൽ അപമാനിക്കാനുള്ള ശ്രമമാണ്. അത് ഒരു പ്രത്യേക പ്രദേശത്തെ മനുഷ്യരെ പ്രത്യേക തരത്തിൽ ചിത്രീകരിച്ചിട്ട് അവർ ഞങ്ങളെക്കാൾ കുറഞ്ഞ ആളുകളാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമമാണ്. അത് സാധാരണഗതിയിൽ ഒരു ഈ അധികാര പദവിയൊന്നും ഇല്ലാത്ത ആളുകളുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായാൽ തെറ്റാണ്. അപ്പോൾ ആണ് ഒരു MP പാർലമെൻറ്റിൽ നിന്നിട്ട് ഈ കാര്യം പറയുന്നത്. ഇപ്പോൾ പാർലമെൻറ്റിൽ ഇവർ സംസാരിക്കുമ്പോൾ പിന്നെ ആൾക്കാർ വിളിച്ച് പറയും. ഇപ്പോൾ ജോൺ ബിട്ടാസ് തന്നെ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് ഒരു MP വിളിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ പരാമർശിക്കുകയും വിമർശിക്കപ്പെടുകയൊക്കെ ചെയ്തല്ലോ. അത് ചെയ്യും, രാഷ്ട്രീയമായിട്ട് വിമർശിക്കാനൊക്കെ ചെയ്യും. പക്ഷേ ഇത് രാഷ്ട്രീയ വിമർശനത്തിനായിട്ടും ബഹളം വെക്കാനുമായിട്ടും ഈ സംസാരിക്കുന്ന ആളുടെ ശ്രദ്ധ തെറ്റിക്കാനുമായിട്ട് വിളിച്ച് പറയുന്നൊരു കാര്യം മാത്രമല്ല, ഇതിനകത്ത് വലിയ വിദ്വേഷമുണ്ട്, ഹെയ്റ്റ് ഉണ്ട്. അതായത് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ എന്ന് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെയുണ്ട്. ഭരണഘടന ആമുഖത്തിൽ തന്നെ വ്യക്തിയുടെ അന്തസ്സ് എന്നത് പരമപ്രധാനമാണ് എന്നുണ്ട്. വ്യക്തിയുടെ അന്തസ്സ് എന്താണ്? നമ്മുടെ നാട്ടിലിപ്പോൾ ജാർഖണ്ഡിൽ ഒരു ആദിവാസിയെ പോലെയല്ല കേരളത്തിലൊരാൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ കശ്മീരിലൊരാളെ പോലെയല്ല. നമ്മുടെ ഭക്ഷണത്തിൽ, വസ്ത്രങ്ങളിൽ ചിലർ ഇറച്ചി ഭക്ഷിക്കുന്നു, ചിലർ ഇറച്ചി ഭക്ഷിക്കില്ല, ചിലർ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ. ഇതാണല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്ത്. നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്ത് ഒരു ഏകശിലാരൂപമാർന്നതല്ല, എല്ലാവരും പലതരത്തിലാണ്. അതാണ് ആ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ എപ്പോഴും പറയുന്ന ഈ കാര്യമാണല്ലോ നമ്മുടെ കരുത്ത്. അതിലൊരു സംഗതിയാണ് ഈ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു മുതിർന്ന MP പാർലമെൻറ്റിൽ വെച്ച്, നമ്മൾ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നൊക്കെയാണ് പറയുക, എന്ന് വെച്ചാൽ പാർലമെൻറ്റിനകത്ത് വെച്ചിട്ട് ഇത്രയും നിന്ദ്യമായിട്ട് പരാമർശിച്ചത് ആരും അനുകൂലിച്ചില്ല. അപ്പോൾ അത് വീണ്ടും ഈ ചർച്ച ഉണ്ടായി വരുന്നത് ഇങ്ങനെ ജോൺ ബിട്ടാസിന് കാരണമായി എന്നത് ഇവിടുത്തെ മലയാളികൾക്ക് അഭിമാനിക്കാം. കാരണം ജോൺ ബിട്ടാസിൻ്റെ ഒരു പരാമർശത്തെ തുടർന്നാണ് ഇതുണ്ടായത്. ചർച്ച അതിന് ഭാഗമായിട്ടാണ് ഉണ്ടായത്. അദ്ദേഹം അത് മനോഹരമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു, എല്ലാവരും അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും ചെയ്തു. രാജ്യസഭയിലെ അധ്യക്ഷനാണെങ്കിൽ തന്നെയും ഉപരാഷ്ട്രപതി ആണെങ്കിൽ തന്നെ ഈ കാര്യത്തിൽ വളരെ അഭിനന്ദനീയമായ സന്തോഷകരമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഈ നാനാത്വത്തെ സംബന്ധിച്ച് മനുഷ്യർ മറന്നു പോകുമ്പോൾ ഇത് ഞങ്ങളാണ് മേത്തരം, ബാക്കിയുള്ളവരെല്ലാം മോശക്കാരാണ് എന്ന തോന്നൽ ആളുകളുടെ ഉള്ളിലേക്ക്, പ്രത്യേകിച്ചും അധികാര പദവിയുള്ള ആളുകളിലേക്ക്, വർത്തമാനം പറഞ്ഞാൽ 10 ആൾ അറിയുന്ന ആളുകളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അതിനെ അങ്ങ് അരിഞ്ഞു മാറ്റിക്കളയാൻ വേണ്ടിയിട്ട് ഇത്തരം ചർച്ചകൾ പാർലമെൻറ്റിനകത്തൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. അതുകൊണ്ട് സുഷ്മിതാ ദേവിന് ലുങ്കി ബാല എന്ന് വിളിച്ചതിന് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതേ തുടർന്നുണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലാകെ ചർച്ചയായിട്ട് പരക്കുകയും ലു എന്ന് പറയുമ്പോഴേക്ക് ആളുകൾക്ക് മടിവരികയും ചെയ്യുന്നൊരു നിലയുണ്ടാകും. മനസ്സിലും ആന്തരികമായിട്ട് അവർ നവീകരിക്കപ്പെടും. സുഷ്മിതാ ദേവ് നവീകരിക്കപ്പെടട്ടെ എന്നുകൂടെ നമുക്ക് പറയാം.